ഇത് നമുക്ക് റവയും ഏത്തപ്പഴവും വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അപ്പം തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് വെച്ച് 2 ഏത്തപ്പഴം എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്തൊന്ന് വറക്കണം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിട്ട് കൊടുത്ത് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു 3-4 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ പഴമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ അപ്പത്തിന് വേണ്ട മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സർ ജാറിലോട്ട് മാറ്റാം. ഇതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ മിക്സർ ജാറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് ഒരു വാഴയില മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് സ്വല്പം നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തു. ഇതിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇതിലോട്ടൊരു പകുതി മാവ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്കി പകുതി മാവും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഇതുപോലൊരു വാഴയില മുടിയൊക്കെ ആണെങ്കിൽ ആവി വെള്ളം ഇതിലോട്ട് വീഴാതിരിക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അപ്പമൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡ് ഇതേ രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് ഇളകി വരും. ഇനി നമുക്കുണ്ടല്ലോ ഈ പ്ലേറ്റ് അങ്ങ് മാറ്റാം. ഇനി ഈ വാഴയിലയും കൂടെ നമുക്കൊന്ന് എടുത്തു മാറ്റാം. എന്താ നോക്കിക്കേ, നമ്മുടെ അപ്പമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു അപ്പമാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.